പ്രിയപ്പെട്ട മക്കളെ, 1746 ക്ലാസ്സാണെന്ന് ഞാൻ ഇവിടെ എടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളെ എനിക്ക് സമ്മാനിച്ചത് ഈ മലപ്പുറത്തിൻ്റെ മണ്ണാണ്. ജന്മം കൊണ്ട് ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്, പക്ഷെ കർമ്മം കൊണ്ട് ഞാൻ മലപ്പുറം ജില്ലയാണ്. അതിലേറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. അല്ലേ, ഒരു മോട്ടോർ സൈക്കിളിന്റെ സ്റ്റാൻഡ് തട്ടാതെ 100 മീറ്റർ പോലും നമ്മുടെ നാട്ടിൽ കൂടെ ഒരു വണ്ടി പോകൂല. പോവോ? ഇല്ല. ഞാൻ എല്ലാ സദസ്സിലും പറയണതാണ്, വിളിച്ചു പറയും അല്ലേ, ഡേ ആ സ്റ്റാൻഡ് തട്ടി പോണ ചങ്ങായോ ഇപ്പൊ കോഴിച്ചോട് തട്ടി കഴിച്ചിലായി, ഒരു ബോധമല്ല, ഇവിടെ പോവുക അവൻ ആ പെണ്ണിനെ വെച്ചിട്ട് അല്ലേ. ഞാൻ എല്ലാ വേദിയിലും പറഞ്ഞ കാരക്കൊന്ന് വെച്ചിട്ട് ഞാൻ ഏകദേശം ഒരു 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകുന്നത്, കാറ് പോകുന്നത്. എൻ്റെ മോനുണ്ട്, എൻ്റെ മോളുണ്ട്, എൻ്റെ മക്കളൊക്കെ വണ്ടി ഇരിക്കുകയാണ്. എൻ്റെ കുഞ്ഞുമോള് പറയാണ്, നോക്ക് പപ്പ താത്താൻ്റെ ഷാൾ ഉപ്പ് കുടുങ്ങിട്ടോ, പപ്പ സ്പീഡിൽ വിടുകാരണം. എൻ്റെ അമ്മയെക്കുട്ടി പറയലും ഞാൻ നോക്കുമ്പോൾ ശരിയാണ്. നോക്കുമ്പം ഒരു ഭാര്യ സുന്ദരിയൊക്കെയാ ഭാര്യയുടെ മടിയിൽ ഒരു കുഞ്ഞിരിക്കുന്നുണ്ട്, അല്ല ഉണ്ടക്കണ്ണൊക്കെ ആയിട്ട്, കഴുത്തൊന്നും ഉറച്ചിട്ടില്ല. അവള് കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരിക്കുക. ഉമ്മളെ കെട്ടി പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ, ഉമ്മാന്റെ കൈ ഭർത്താവിനെ കെട്ടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ, ശ്രദ്ധല്ല ഷാൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്കത് പറയണം, ഷാളൊന്ന് മാറ്റാൻ വേണ്ടി ഞാൻ കാർ വെച്ച് സ്പീഡിൽ വിട്ട് ഏകദേശം ബൈക്കിന്റെ സമാന്തരമായി എത്തുന്ന സമയത്തുണ്ട് നിങ്ങളെ കഴുത്തപ്പെട്ട ഒരാള് കേട്ടോ, നമ്മളെ കൗമാരക്കാരനാ. നോക്കുമ്പോൾ ഒരുത്തരുടെ ബൈക്കിൽ ഇങ്ങനെ കമന്ന് കിടക്കണ്. കിടക്കണ ബൈക്കാണെന്ന് പറയാം, കണ്ടപ്പോഴെ ഒച്ച കേട്ടപ്പോഴേക്ക് തോന്നുന്നു ബൈക്കാന്ന് തോന്നുന്നു. 2 ടയറുണ്ട്, ഒരു തവളക്കോണ്ട് പോലത്തെ ഇതുണ്ട്. ഓന്റെ പാന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കണം, ഓന്റെ പാന്റ്. ഓന്റെ മുടി എന്ന് പറഞ്ഞാൽ ഓനെ പിടിച്ച് തലയാണ്ടി പിടിച്ച് തിരിച്ചാൽ ബാത്റൂം ക്ലീൻ ചെയ്യാം ഓനെ. എന്നിട്ട് ഇവൻ വന്നിട്ട് കൈ എടുത്തിട്ട് ആ ഫാമിലിയെ നോക്കിയപ്പോൾ വിളിച്ചു പറയാം, ആക്കാ ഭാര്യയുടെ ചുരിദാറാണ്ട് മാറ്റിക്കളാ, ഭാര്യ കൊഴിഞ്ഞാടെന്ന് പറഞ്ഞു. ഇത് കേൾക്കലും വണ്ടി ഓടിക്കുന്ന ആൾ ഒറ്റ അടിയാ ഭാര്യ ചെറുക്കൊന്നും മനസ്സന്മാരെ കൊണ്ട് പറയിപ്പിച്ചാന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ പറയാ, എന്നാ നിങ്ങളൊന്ന് പതുക്കെ പൊടി മനസ്സാ, ഞാനൊന്ന് റെഡിയാക്കട്ടെ ആയിരുന്നു. അപ്പൊ ഭർത്താവ് കുറച്ച് സ്പീഡിൽ കുറച്ചു, ആ ഷാളൊക്കെ എടുത്ത് വെച്ചു, വീണ്ടും കുഞ്ഞിനെ ഒന്നൊന്ന് ഇറക്കി പിടിച്ചു. അന്ന് വീണ്ടും ഭർത്താവിനെ കെട്ടിപ്പിടിച്ച യാത്ര ഇങ്ങനെ തുടങ്ങി. ഞാൻ കാറിനകത്ത് നിന്ന് വളരെ സ്പീഡ് കുറച്ച് ഉറുമ്പരിക്കണ പോലെ ഞാൻ ഈ കാഴ്ച കാണും, ഈ സ്നേഹത്തിന്റെ കാഴ്ച. നോക്ക്, സ്നേഹം കൊണ്ട് ഭർത്താവ് ഒരു ശ്രദ്ധ കൊടുക്കണു, ഭാര്യ വീണ്ടും ഭർത്താവിനെ കെട്ടിപ്പിടിക്കണു, ആ കുഞ്ഞുമോൾ ഭർത്താവിനെ നോക്കണു. ഇത് സന്ദേശം കൊടുത്ത ഈ കുഞ്ഞുമോൻ, ഈ മിടുക്കൻ, എനിക്ക് അവനെ മിടുക്കനായിട്ട് അപ്പൊ തോന്നിയത്. ആദ്യം അവന്റെ കോലവും അവന്റെ വയറൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ തോന്നി. പക്ഷെ ഇവൻ ഈ നടു റോട്ടിട്ട് ബൈക്ക് തിരിക്കവൻ, നടു റോട്ടിട്ട് കാലം എത്തുള്ളോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഓൻ ഈ ഷാളൊക്കെ റെഡിയാക്കിയെന്ന് കണ്ടപ്പോൾ ഓനൊരു വലിയൊരു സന്തോഷം. ഇത് പറയാൻ വേണ്ടി ഈ ചങ്ങായി എവിടുന്നോ പുറകെ കൂടി അവരെ പുറകില്. നോക്ക്, ഇത് പറഞ്ഞിട്ട് തിരിച്ചു പോവാം, വന്ന വഴിക്ക് തിരിച്ചു പോവുക. അതാ മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ. മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അതാണ്. എന്റെ പൊന്നു മക്കളെ, ഇതിവിടെ വിട്ടുപോയാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റൂല, ഇതിവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മളെ മലപ്പുറത്ത് അല്ലേ, സ്നേഹസമ്പന്ന തിങ്ങിപ്പാർക്കുന്ന സ്വർഗത്തിന്റെ നാടാണ് നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണ് അല്ലേ. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, നീ റോട്ടിൽ വീണ് നിനക്കൊരു പരിക്ക് പറ്റിയാൽ ഉടൻ തന്നെ നിന്റെ മാതാപിതാക്കൾ നിന്നെ എങ്ങനെ ശുശ്രൂഷിക്കുന്നത് പോലെ നിന്നെ കൊണ്ടുപോകും ആശുപത്രിയിൽ. ഊരും പേരും അറിയാത്തവൻ കൊണ്ടുപോകും. കാര്യം നമ്മുടെ സംസ്കാരവും മതവും നമ്മളെ പഠിപ്പിച്ചതാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാനവിക മൂല്യം, ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യത്വം, ഏറ്റവും വലിയ കൃപ, അനുകമ്പ ഇല്ല, ഇതൊക്കെ ഇതിനകത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിവരയിട്ട് പറയുന്നു, നോക്കിക്കോളൂ, നിങ്ങൾ ഈ മലപ്പുറത്ത് എന്നെങ്കിലും ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ കാറിൽ സഞ്ചരിച്ച് ഞങ്ങൾ വണ്ടി ആരെങ്കിലും തടുത്തു നിർത്തും. എന്താണ് തടുക്കുന്നത്? തല്ലാനടിക്കാനൊന്നും അല്ല, എന്തെങ്കിലും കൊണ്ട് സാറേ ഒരു കുട്ടിക്ക് ചികിത്സക്ക് വേണ്ടിയിട്ടാണ് അറിയും. അല്ല, കുറെ കുട്ടികൾ കൂടി നിൽക്കും, നിങ്ങളെ വണ്ടിക്കകത്തേക്ക് ബക്കറ്റ് ഇടും, നിങ്ങൾ നോക്കിയാൽ മതി. ചികിത്സാ ഫണ്ട് എടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒതായില് ഒരു മഹല് കമ്മിറ്റി ഒരു വൈകുന്നേരത്തെ ഒരു നിസ്കാരം കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞപ്പം ആ കമ്മിറ്റി കൂടുന്നു, ഒരു ചർച്ച ചെയ്യുന്നു, 50 ബക്കറ്റ് വാങ്ങുന്നു, ഉമ്മമാരും പെങ്ങന്മാരും ഒക്കെ റോട്ടിലിറങ്ങുന്നു. ആർക്ക്? ഒരു ഹൈന്ദവനായ 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ മജ്ജ മാറ്റി വെക്കണം, 50 ലക്ഷം രൂപ ചെലവ് വരും. 16 ദിവസം കൊണ്ട് പിരിവ് നടത്തി, സ്നേഹത്തിന്റെ പിരിവ് 58,628 രൂപ പിരിച്ചെടുത്തിരിക്കുന്നു അല്ലേ നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണ്. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് സ്നേഹത്തിന്റെ പിരിവ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരമായ സ്നേഹസമ്പന്ന തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് ഏത് മലപ്പുറം. അതിലേറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ,